പിന്നെ ഈ വരുന്ന 25-ാം തീയതി എന്റെ അമ്മയുടെ പിറന്നാളാണ്. എല്ലാരും വരണം കേട്ടാ. നീതു നീ എല്ലാരോടും എങ്ങോട്ട് വരണമെന്നായി പറയുന്നേ? അമ്മ ഈ വരുന്ന 25-ാം തീയതി അമ്മയുടെ 60ാമത്തെ പിറന്നാളല്ലേ. 60 വയസ്സ് നിന്റെ തളക്കടി. അതല്ലേ ഞാനും പറഞ്ഞു. അയ്യോ എടി 60 വയസ്സൊക്കെ ഒന്ന് പറയടി. ഈ നാട്ടുകാർ കേട്ടെങ്കിൽ എനിക്ക് നാണക്കേടാടി. ഞാനിവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞിരിക്കുന്നേ എനിക്ക് 46 വയസ്സൊന്നാടി. അതുകൊണ്ട് പിറന്നാൾ ആഘോഷം ഒന്നും ഇവിടെ വേണ്ട. അതിന് ഞാൻ എല്ലാരെയും വിളിച്ച് പറഞ്ഞല്ല. എല്ലാവരും വിളിച്ച് പറഞ്ഞോ? പെറ്റ തള്ള ഇങ്ങനെ ദ്രോഹിക്കാതെടി. എടി ഞാൻ തെക്കേലെ കമലയോട് പറഞ്ഞോ? പറഞ്ഞു. അയ്യോ ഞാൻ അവരെ ചേച്ചി നാടി വിളിക്കാറ്. 47 വയസ്സുള്ള കമലമ്മയെ ചേച്ചി എന്ന്. പിന്നെ 53 വയസ്സുള്ള നിന്റെ അച്ഛനെ ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത്. പിന്നെയാണ് 43 വയസ്സുള്ള കമല. എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചിരിക്കും. പെണ്ണെ നിനക്ക് പിറന്നാൾ ആഘോഷിക്കണം അത്ര ആഗ്രഹമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? പിറന്നാളൊക്കെ നമുക്ക് ആഘോഷിക്കാം, പക്ഷേ എന്റെ 46ാമത്തെ പിറന്നാളാന്ന് പറഞ്ഞിട്ട് വേണം ആഘോഷിക്കാൻ. 46? അതൊന്നും പറ്റത്തില്ല. 46 47 ഫിക്സ്. എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചിരിക്കും അമ്മ. ഓഹോ അപ്പൊ എല്ലാം നിന്റെ സ്വന്തത്തിന് ചെയ്യാനാണെങ്കിലേ ഞാൻ ഇന്ന് തന്നെ എവിടെയെങ്കിലും പോയി ചാവടിയോ? അമ്മ എന്തിനാണ് ചാവണത്? 60 വയസ്സായെന്ന് നാട്ടുകാർ അറിയോന്ന് ഓർത്താണ് അമ്മ ചാവണത്. അമ്മ ചത്ത് കഴിഞ്ഞാ ഫ്ലെക്സ് അടിക്കുമ്പോ അതില് വയസ്സ് വരും, പത്രത്തിൽ കൊടുക്കുമ്പോ അതിലും വയസ്സ് വരും. പിന്നെ ഈ ലോകത്തെ എല്ലാരും അമ്മയുടെ പ്രായം അറിയും. അതിനേക്കാളും വിളിച്ചിട്ട് വരുന്നവര് മാത്രം അറിഞ്ഞാ പോരെ. അയ്യോ നീ കാരണം എനിക്ക് സമാധാനത്തോടെ ചാവാൻ പോലും വയ്യല്ലോടി. പിന്നെ അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്. കഴിഞ്ഞില്ലേ? ഇല്ല, അമ്മയുടെ പടം വരയ്ക്കാൻ ഒരാൾ വരുന്നുണ്ട്. എന്തിന്? അമ്മ ഈ വരുന്ന 25-ാം തീയതി അമ്മയുടെ പിറന്നാളല്ലേ. എങ്ങനെയാ പടം വരയ്ക്കുന്നറിയോ? കൈ കൊണ്ടായിരിക്കും അല്ലേ? ഈ കോമഡി കേട്ട ഇവർക്കൊക്കെ അറിയാം അമ്മയ്ക്ക് 60 വയസ്സാണെന്ന്. അതെങ്ങനെ? ചീഞ്ഞ സാധനങ്ങളല്ലേ വായിന്ന് വരുന്നേ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ പടം വരയ്ക്കുന്നേ. ആദ്യം ബോർഡിൽ പശ തൂക്കും, എന്നിട്ട് പൊടി എടുത്തിടും, അപ്പൊ അമ്മയുടെ പടമാകും. അമ്മ പടാവോ? അമ്മ പടമാവോന്നല്ല, അമ്മയുടെ പടമാവോന്ന്. എന്നിട്ട് പിറന്നാൾ വരുന്നവരെയൊക്കെ ഞാൻ അത് കാണിക്കും. എന്താ ഒന്നും മിണ്ടായിക്കുന്നേ? അതെ, നീ ജനിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാനാ. അന്ന് എന്തിനാ സന്തോഷം എന്ന് ആലോചിക്കായിരുന്നു എന്റെ ഭഗവാനെ. ആരോ വിളിക്കുന്നു, നോക്കട്ടെ. ഹലോ, അതെ കളമ്പൂര് പള്ളി കഴിഞ്ഞിട്ട് 4ാമത്തെ വീടാണ്. ശരി. അയ്യോ എനിക്ക് ശീഘ്രം പറയും. അമ്മ വരയമ്പുലി വരുന്നു. അയ്യോ വരയമ്പുലിക്കാണോ നീ വീടിന്റെ വഴി പറഞ്ഞു കൊടുത്തത്? കാട്ടുള്ള വരയമ്പുലി അല്ല അമ്മ. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ പടം വരയ്ക്കാൻ ഒരാൾ വരുമെന്ന്. പടം വരയ്ക്കുന്ന കാര്യത്തിൽ അയാൾ ഒരു പുലി തന്നെ, വരയമ്പുലി എന്ന് അറിയപ്പെടുന്നു. ഓ അവളുടെ ഒരു വരയമ്പുലി. പിന്നെ മോളെ ഇനി അവനോട് കൂടി എന്റെ 60 വയസ്സായെന്ന് പറഞ്ഞേക്കല്ലേടി? ഇല്ലമ്മ പറയത്തില്ല. അതെ ഞാൻ നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നേ. നമസ്കാരം, ഞാൻ മണിയൻ. മടിയനാണെന്ന് സ്വന്തമായിട്ട് നിങ്ങൾ പറയുവാണോ? അയ്യോ മടിയനല്ല, മണിയൻ എന്റെ പേരാണ് പറഞ്ഞത്. വരയ്ക്കുന്ന കാര്യത്തിൽ ഞാനൊരു പുലിയാണ്. വരയം പുലി എന്നാണ് അറിയപ്പെടുന്നത്. അറിയാം. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു. പിന്നെ ചേട്ടാ അമ്മയുടെ പടമാണ് വരയ്ക്കേണ്ടത്. പിറന്നാളിന് വരുന്നവരൊക്കെ ആ പടം കൊണ്ട് ഞെട്ടണം. പടം കൊണ്ട് ഞെട്ടണമെങ്കിൽ നമുക്ക് അമ്മയുടെ പടം വരയ്ക്കണ്ട, ഒരു പ്രേതത്തിന്റെ പടം വരച്ചാലോ? പിറന്നാളിന് വരുന്നവർക്ക് ആ പടം കൊണ്ട് ഇഷ്ടപ്പെടണമെന്ന്. ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്കൊരു ലവ് ചിഹ്നം വരച്ചു വെച്ചാലോ? കുട്ടിക്ക് പടംവലിയോ? വടംവലിയല്ല, പടം വരയ്ക്കുന്നത് ഇഷ്ടമാണോ? ശ്രമിച്ചിട്ടില്ല. ഇവിടെ കൈ ഒന്ന് കാണിക്കൂ. എനിക്ക് കൈ കണ്ടാലറിയാം ഒരാൾ പടം വരയ്ക്കൂല്ലോ. അയ്യോ എനിക്ക് വയ്യ. ഇത് കണ്ടോ? ഇതാണ് സംഗീതരേഖ, ഇത് നൃത്തരേഖ, ഇത് പടം വര രേഖ. പിന്നെ ചേട്ടൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ എങ്ങനെ ഈ പടം വരയ്ക്കാനൊക്കെ പഠിച്ചേ? അത് പറഞ്ഞ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. എന്റെ മുത്തച്ഛൻ രാജാവിന്റെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. പാവം വരച്ചു മരിച്ചു. കൊരച്ചു മരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാ വരച്ചു മരിക്കുന്നേ? അയ്യോ അതല്ല കൊച്ചേ, രാജാവ് ഒരു ദിവസം മുത്തച്ഛനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ രാജ്കുമാരന്റെയും ഒരു പടം വരയ്ക്കണം. കേട്ടവാദി കേൾക്കാത്ത വാദി മുത്തച്ഛൻ ബ്രഷും പെയിന്റും എടുത്തു പടം വര തുടങ്ങി. പടമൊക്കെ വരച്ചു കഴിഞ്ഞപ്പം അവിടെ കൂടെ മന്ത്രി വന്നു. മന്ത്രി പടത്തിൽ നോക്കിയിട്ട് പറയുക, മരക്കൊമ്പയിലിരിക്കുന്ന കൊരങ്ങനും കൊരങ്ങാകുഞ്ഞും നന്നായിട്ടുണ്ടാവും. കേട്ടതും രാജാവ് വാലെടുത്ത് മുത്തച്ഛനെ തലക്കിട്ടാണ് വെട്ടിയത്. പക്ഷെ എന്തോ പറയാൻ, ഇതാണ് കുഴപ്പം. അമ്മ ഇതാണ് വരയപ്പുലി. ഈ കഴുതപ്പുലിയോ? കഴുതപ്പുലിയോ?
എന്റെ സ്റ്റാറ്റസിനെയാണ് ഇവരില്ലാതാക്കിയത്. നിങ്ങൾക്കറിയാമോ, എന്റെ അച്ഛനും ഇവരും മാത്രമേ എന്നെ കഴുതപ്പുലിന്ന് വിളിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. എന്റെ പൊന്നു ചേട്ടാ, അമ്മ അറിയാതെ പറഞ്ഞതാ. ഞാൻ അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞതാ. അല്ല, അമ്മ അറിയാതെ പറഞ്ഞതാ. കണ്ട, അവര് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് ക്ഷമിക്ക്. എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് വരയ്ക്ക് പ്ലീസ്. കൊച്ചിന് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരയ്ക്കാം. കൊച്ചിന് അമ്മയോടൊക്കെ സീരിയലിട്ടിരിക്കാൻ പറയും. അമ്മ നാടെ ഇരിക്കമ്മ. നീ മാറിയിരടി അങ്ങോട്ട്. ചെറുക്കാ, നിന്റെ വീട് എവിടാടാ? കസ്റ്റമേഴ്സിന് അഡ്രസ് കൊടുക്കാറില്ല, ഓൺലി ഫോൺ നമ്പർ. അയ്യോ, അതെന്താ? ചീത്ത വിളിക്കാൻ ഫോൺ നമ്പർ പറയും. വെറുതെ അഡ്രസ് കൊടുത്ത് വീട്ടിൽ വന്ന് അടിമേടിച്ചല്ലോ എന്നാലും. ഇവനെ കണ്ടിട്ട് എന്തൊക്കെയോ ഉടായിപ്പുള്ളത് പോലുണ്ട്. നീ മൊത്തത്തിൽ എത്ര പടം വരച്ചിട്ടുണ്ട്? 3000-നടുത്ത്. അടുത്തെന്ന് പറയുന്നത് കൃത്യം പറ. എന്നാ 3000-നകലെ. അതാവുമ്പോ കൃത്യം പറയണ്ടല്ലോ. അല്ല, എന്തിനാ ഈ പൊടിയും പശയൊക്കെ? അന്ന് പറഞ്ഞാൽ ഞാൻ പശയ്ക്ക് വരച്ചിട്ട് പൊടി എടുത്തെറിയും, അപ്പൊ പടം കിട്ടും. പടം കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും. അമ്മ, അമ്മയ്ക്കറിയാമോ, അമ്മ ചേട്ടന് പടങ്ങളൊക്കെ ഒന്ന് കാണണം. അയ്യോ, എന്തിന്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണണമെന്ന് പറയുമായിരുന്നു. ഞാൻ വരച്ച പടങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ടിയ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തി കിട്ടിയത് നേരമ്പോക്കിനായിരുന്നു. നേരം പോക്കിന്? പിന്നെ ഞാൻ നേരമ്പോക്കിന് വരച്ച പടത്തിനല്ലായിരുന്നു എനിക്ക് 16 അവാർഡ് പഞ്ചായത്തിൽ നിന്നും 5 സ്വീകരണം അംഗൻവാടിയിൽ നിന്നും കിട്ടിയത്. പിന്നെ ചേട്ടാ, അതേ ചിത്രമാ. ഉപ്പുമാവ് തിന്നുന്ന കാക്ക. ഉപ്പുമാവ് തിന്നുന്ന കാക്കയോ? ചെറുക്ക, അതൊക്കെ പോട്ടെ, വിടുവിടെ. നീ എന്റെ പടം വരയ്ക്കുമ്പോ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്നതാ? എന്നെ അതിൽ കണ്ട 46 വയസ്സിൽ തോന്നിക്കാൻ പാടും. അപ്പൊ ഓക്കെ, ഞാൻ പോയിട്ട് 14 വർഷം മുമ്പേ വരാം. പിന്നെ അല്ലാതെ 60 വയസ്സുള്ള നിങ്ങളെ നോക്കി വരയ്ക്കുമ്പോ 60 വയസ്സേ തോന്നിക്കുള്ളൂ. എന്നെ 46 വയസ്സ് തോന്നിക്കാനാണ്. നീയും കൂടെ എന്നെ 60 വയസ്സെന്ന് പറഞ്ഞ തളർത്താളടാ. ഈ അമ്മയെ കൊണ്ട് അവിടെ ഇരുത്ത്. അമ്മേ, ഒന്നങ്ങോട്ടിരിക്കൂ. നീ പാടാ ഇറക്കാ. അമ്മ അവിടെ ഇരി അമ്മ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ. ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക്. ഓക്കെ, അപ്പൊ എല്ലാരും ഞെട്ടാ റെഡി ആക്കിയോ. ഞാൻ ദാ പൊടി എറിയാൻ പോകും. പൊടിയെറിയാൻ വരട്ടെ. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നതാ? പടം കറക്റ്റല്ലെങ്കിൽ നമ്മൾ പൈസ തരത്തില്ല. അതെ, ആ 46 വയസ്സിൽ നിന്ന് 1 വയസ്സ് കൂടിയ പൈസ തരത്തില്ല. അങ്ങനെയാന്നല്ലേ? കൊച്ചങ്ങോട്ട് മാറിയില്ലേ? അറിയാം. അമ്മേ വാ. കണ്ണടച്ചു വെച്ചോ, ഞാൻ ഇപ്പൊ പൊടി എറിയും. എങ്ങോട്ട്? മുഖത്തോട്ട്. മുഖത്തോട്ടോ? അയ്യോ, സംഭവം അങ്ങനെയല്ലല്ലോ. ആദ്യം ബോർഡിൽ പശ തെച്ചിട്ട് പൊടി എറിയുമ്പോ പടം വരുന്നേല്ലേ? അയ്യോ, അതൊക്കെ വലിയ വലിയ ആൾക്കാര്. ഞാൻ എന്ത് ചെയ്യും പറയും, ഈ ബോർഡ് മുഴുവൻ പശ തേക്കും. എന്നിട്ട് അമ്മേരെ മുഖത്തോട് പൊടി എറിയും. എന്നിട്ട് ഈ അമ്മേരെ മുഖം കൊണ്ട് ഈ ബോഡിയിൽ ഒപ്പി കഴിയുമ്പോ പടം കിട്ടും. ബോഡി കൊണ്ട് ഒപ്പി വെക്കാൻ എന്റെ മുഖം എന്താണോ, സീനാണോ? എവിടുന്ന് കിട്ടിയാലും നിനക്ക് ഈ വരയും പുലിയെ? വേഗം ഇറക്കി വിട്ടോ ഇവനെ, ഇല്ലെങ്കിൽ ഞാൻ ഇവനെ ഇപ്പൊ മാൽമാക്രിയാക്കും. വേണ്ട. അപ്പൊ ശരി, ഇറങ്ങി പോടാ അവിടുന്ന്. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം കേട്ടാ. വേണ്ടമ്മ. അമ്മ വന്ന തിരക്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു. അയ്യോ, എന്താ? 60ാം പിറന്നാൾ ആശംസകൾ.